ലോകത്തിലെ ഏറ്റവും ചെറിയ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ നിലവിൽ വിപണിയിൽ ലഭ്യമായിട്ടുള്ളതിനേക്കാൾ ചെറിയ ചിപ്പുകൾ നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശം IISc കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പുതുതലമുറ ചിപ്പുകളുടെ നിർമ്മാണ രംഗത്ത് ആഗോള നേതാവായി ഇന്ത്യ ഉയരുമെന്നാണ് കരുതുന്നത്. IIScയിൽ നിന്നുള്ള 30 ശാസ്ത്രജ്ഞരുടെ സംഘമാണ് ചിപ്പ് നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശം കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിന് മുൻപാകെ സമർപ്പിച്ചത്. നിലവിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും ചെറിയ ചിപ്പിനേക്കാൾ വളരെ ചെറിയ ചിപ്പായിരിക്കും ഇതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ആഗോളതലത്തിൽ നിലവിൽ ലഭ്യമായിട്ടുള്ള ചിപ്പുകളുടെ 10-1 വലിപ്പം മാത്രമായിരിക്കും ഇവയ്ക്കുണ്ടാകുക. പ്രത്യേകതരം സെമി കണ്ടക്ടർ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ചിപ്പ് നിർമ്മിക്കാനാണ് പദ്ധതി. ഈ മെറ്റീരിയൽ ചെറിയ ചിപ്പ് നിർമ്മിക്കാൻ സഹായിക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ വാദം. 5 വർഷത്തേക്ക് 500 കോടി രൂപയുടെ ചെലവാണ് പദ്ധതിക്ക് വേണ്ടിവരിക. സിലിക്കൺ അധിഷ്ഠിത സാങ്കേതിക വിദ്യയെ ആഗോളതലത്തിൽ ആശ്രയിക്കുന്നതിനെ മറികടക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സിലിക്കൺ അധിഷ്ഠിത ചിപ്പുകൾക്കാണ് ലോകവിപണിയിൽ അധീശത്വം. US, ജപ്പാൻ, ദക്ഷിണ കൊറിയ, തായ്വാൻ എന്നീ രാജ്യങ്ങളാണ് സിലിക്കൺ ചിപ്പുകളുടെ നിർമ്മാണത്തിൽ മുൻനിരയിലുള്ളത്. വിവിധ വ്യവസായ മേഖലകളിൽ വലിയ പുരോഗതി കൈവരിക്കാനും ചെറിയ ചിപ്പുകളുടെ നിർമ്മാണ പദ്ധതി വഴിയൊരുക്കും. ഭീമമായ അളവിൽ വിവരങ്ങൾ അതിവേഗത്തിലും കാര്യക്ഷമതയോടെയും പ്രോസസ് ചെയ്യാൻ ഈ ചിപ്പുകൾ AI മോഡലുകളെ പ്രാപ്തമാക്കുമെന്നാണ് കരുതുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, AI അധിഷ്ഠിത ഓട്ടോമേഷൻ പോലുള്ള മേഖലകളിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാനും ഈ കണ്ടുപിടുത്തത്തിലൂടെ സാധിക്കും. നിലവിൽ വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും ചെറിയ ചിപ്പിന്റെ വലിപ്പം 3 നാനോമീറ്റർ ആണ്. സാംസങ്, മീഡിയ ടെക് പോലുള്ള കമ്പനികളാണ് ഇത് നിർമ്മിക്കുന്നത്. മനുഷ്യന്റെ ഒരു മുടിനാരിന് സാധാരണയായി 1,00,000 നാനോമീറ്റർ കട്ടിയാണ് ഉണ്ടാവുക, അതായത് 0.01 സെന്റിമീറ്റർ. നിലവിൽ സെമി കണ്ടക്ടറുകളുടെ നിർമ്മാണത്തിന് ഇന്ത്യ വ്യാപകമായി ആശ്രയിക്കുന്നത് വിദേശ കമ്പനികളെയാണ്. സാമ്പത്തികവും ദേശീയ സുരക്ഷയെ മുൻനിർത്തിയും വളരെ തന്ത്രപരമായി കൈകാര്യം ചെയ്യേണ്ട പ്രക്രിയയാണിത്. നിലവിൽ രാജ്യത്തെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ പദ്ധതി നടപ്പാക്കുന്നത് ടാറ്റ ഇലക്ട്രോണിക്സ് ആണ്. തായ്വാന്റെ PSMCയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന് ചെലവ് വരുന്നത് 91,000 കോടി രൂപയാണ്. അതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതി നിർദ്ദേശമാണ് IISc സമർപ്പിച്ചിരിക്കുന്നത്. 500 കോടി രൂപയാണ് 5 വർഷത്തേക്കുള്ള പദ്ധതി ചെലവായി കണക്കാക്കിയിട്ടുള്ളത്. ഈ രംഗത്ത് ഇന്ത്യയെ സ്വയം പ്രാപ്തമാക്കുന്നതിനുള്ള മാർഗരേഖയും ഈ പദ്ധതിയുടെ ഭാഗമായി IIScയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്.